إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിട്ടുള്ള ദിവസങ്ങളും ആഴ്ചകളും അടങ്ങിയതാണ് മാസം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം അത് 12 എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാ. അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ട പ്രകാരം മാസങ്ങൾ 12 എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമികളും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണോ അന്ന് തന്നെ അല്ലാഹു തആല അത് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ 12 മാസങ്ങളിൽ മിൻഹ 4 ഹുറും, 4 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ പവിത്രമാക്കിയിട്ടുണ്ട്, പുണ്യമുള്ള മാസമാക്കിയിട്ടുണ്ട് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ദാലിക ദീനുൽ ഖയ്യിം, അതത്രേ അള്ളാഹുവിന്റെ വക്രതയില്ലാത്ത മത നിയമങ്ങൾ അല്ലെങ്കിൽ മതത്തിൽപ്പെട്ടതാണ്. ഫലാ തുളിമു ഫീഹിന്ന അൻഫുസകും. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ആ 4 മാസത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളുടെ നഫ്സിനോട് അക്രമം കാണിക്കരുത് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതാണ് ഈ പവിത്രമായ 4 മാസങ്ങൾ? ഒന്ന് മുഹറമാണ്, മറ്റൊന്ന് റജബാണ്, മറ്റൊന്ന് ദുൽഖഅദും ദുൽഹിജ്ജയുമാണ്. ഈ 4 മാസങ്ങളാണ് അല്ലാഹു തആല പവിത്രമായ മാസങ്ങൾ എന്ന് എണ്ണിപ്പറഞ്ഞത്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീ പ്രകാരമൊക്കെ
ചില മാസങ്ങൾ, ചില സമയങ്ങൾ, ചില ദിവസങ്ങളൊക്കെ പവിത്രവും പുണ്യമാക്കപ്പെട്ടതും ചില പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതുമൊക്കെയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ 4 പ്രധാനപ്പെട്ട മാസങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യമുള്ളതാണ് എന്നും പവിത്രമായതാണ് എന്നും നമ്മളോട് പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുന്ന കാര്യങ്ങളെ, അള്ളാഹു തആല പവിത്രത കൽപ്പിച്ച ചിഹ്നങ്ങളെ അത് ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് മുഅ്മിനീങ്ങളായ നമ്മുടെയൊക്കെ ബാധ്യതയിൽപ്പെട്ടതാണ്. വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഖുർആൻ പറയുന്നുണ്ട്, വമൻ യുഅള്ളിം ശആഇറല്ലാഹ്, ആരൊക്കെയാണ് അള്ളാഹുവിന്റെ ശിആറുകളെ, ചിഹ്നങ്ങളെ മഹത്വപ്പെടുത്തുന്നത്, ബഹുമാനിക്കുന്നത്, ആദരവാക്കുന്നത്, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഒരാളുടെ ഹൃദയത്തിൽ തഖ്വയുള്ളതിന്റെ ഒരടയാളമായിട്ടാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഭക്തിയുള്ള, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അത് കഴിയും എന്ന് തന്നെയാണ് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലൂ ശആഇറല്ലാഹ് വലശഹ്റൽ ഹറാം, നിങ്ങൾ അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ഒരിക്കലും അനാദരിക്കുകയും ചെയ്യരുത് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പവിത്രമായ മാസത്തെ നിങ്ങൾ അനാദരിക്കരുത് എന്നാണ്. അപ്പൊ എന്താണ് ഈ ആദരിക്കുക, എന്താണ് ഈ അനാദരിക്കുക എന്ന് പറയുന്നത്? ചിലപ്പോൾ നമ്മൾ ഈ മാസങ്ങളൊന്നും വന്നു പോകണമെന്ന് അറിയില്ല പലപ്പോഴും. പക്ഷെ ഈ മാസങ്ങളിൽ നമ്മൾ കൂടുതൽ സൂക്ഷ്മത പാലിക്കണമെന്നാണ് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പവിത്രമായ ഒരു റജബ് മാസത്തിലായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ, ഹറാമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വാസികളായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് എല്ലാ കാലത്തും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഈ പവിത്രമായ മാസങ്ങളിൽ അത് കൂടുതലായി നമ്മൾ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുണ്യകർമ്മങ്ങൾ കൂടുതൽ ചെയ്യാനുമൊക്കെയുള്ള സമയമാക്കി ഇതിനെ മാറ്റുകയും ചെയ്യുക എന്നതാണ്. ഖതാദ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അൽ അമലു സ്വാലിഹ് അഅ്ലമു അജ്റൻ ഫിൽ അശ്ഹുരിൽ ഹുറും എന്നാണ്. അമലു സ്വാലിഹാത്തുകൾ നമ്മൾ ഈ പവിത്ര മാസത്തിൽ നിർവഹിക്കുകയാണ് എങ്കിൽ അതിന് അഅ്ലമു അജ്റൻ, വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റിപ്പോർട്ട് ചെയ്യുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് റജബ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ അമലുകൾ ചെയ്യാം, കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കാനുള്ള ഒരു ജാഗ്രതയും ഒരു സൂക്ഷ്മതയുമൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതാണ്. റജബ് പറക്കുമ്പോ നമ്മുടെ ആളുകൾക്കിടയിൽ ചർച്ചയാവുന്ന ഒരു വിഷയമാണ് ഇസ്റാവും മിഅ്റാജും എന്ന് പറയുന്നത്. എന്താണ് ഇസ്റാ? അത് അള്ളാഹുവിന്റെ ഒരു വലിയ ദൃഷ്ടാന്തമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട സംഗതിയാണ്. മുഅ്ജിസത്താണ്. അത് പ്രവാചകന്മാർക്ക് പല രൂപത്തിലുള്ള മുഅ്ജിസത്തുകൾ നൽകിയതായി നമുക്കറിയാം. പല നബിമാർക്കും അത് ഞാൻ കൊണ്ടുവന്ന ദൗത്യം, അല്ലെങ്കിൽ ഞാൻ നിശ്ചയിക്കപ്പെട്ടത് എന്തിനാണ് റസൂലായി നിശ്ചയിക്കപ്പെട്ടതിന്റെ ഒരടയാളമായി വിശ്വാസ്യതയ്ക്ക് വേണ്ടിയൊക്കെ നബിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മുഅ്ജിസത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഒരു അപാരമായ, അത്ഭുതപ്പെടുത്തുന്ന ഒരു ദൃഷ്ടാന്തമാണ് യഥാർത്ഥത്തിൽ ഇസ്റാഉം മിഅ്റാജ് എന്ന് പറയുന്നത്. ഇസ്റാ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സായിലേക്ക് ഒരു ദിവസം ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം യാത്ര ചെയ്ത ഒരു അനുഭവത്തെ, ഒരു സംഭവത്തെയാണ് ഇസ്റാ എന്ന യാത്ര കൊണ്ട് പഠിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം, മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, ഫലസ്തീനിലേക്ക് ഏകദേശം അന്നത്തെ ഒരു യാത്രാ സൗകര്യമൊക്കെ അനുസരിച്ച് ഒരു മാസത്തോളം യാത്ര ചെയ്താലാണ് യഥാർത്ഥത്തിൽ അവിടെ എത്തിച്ചേരുകയുള്ളൂ. അത്തരം ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രിയിൽ യാത്ര ചെയ്തു എന്ന ആ സംഭവത്തെയാണ് ഇസ്റാ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബുറാഖ്
ബുറാഖ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വാഹനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു എന്നതാണ് അതിന്റെ പശ്ചാത്തലം. എവിടെ നിന്നാണ് അതിനുള്ള തെളിവ്? പരിശുദ്ധ ഖുർആൻ അത് സൂറത്തുൽ ഇസ്രാ എന്ന അധ്യായത്തിലൂടെ അതിന്റെ 1-ാമത്തെ വചനത്തിൽ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. അള്ളാഹുവിന്റെ അടിമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അനുഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ട മസ്ജിദുൽ അഖ്സായിലേക്ക് ഒരു ദിവസം രാത്രി രാപ്രയാണം ചെയ്യിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനാണ് ആ യാത്ര? എന്തിനായിരുന്നു അന്നത്തെ ആ യാത്ര? ലിനുരിയഹു മിൻ ആയാതിന, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തെ കാണിക്കുവാൻ വേണ്ടിയായിരുന്നു ആ യാത്ര എന്ന് ഖുർആൻ പറഞ്ഞിരുന്നുണ്ട്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അള്ളാഹു തആല എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് പറഞ്ഞ് ആ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. ഫലസ്തീനിൽ നമുക്കറിയാം, മസ്ജിദുൽ അഖ്സ നമ്മുടെ ആദ്യത്തെ ബൈത്തുൽ മുഖദ്ദസ്, നമ്മുടെ ആദ്യത്തെ ഖിബലയായിരുന്നു. ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ് അനുഗ്രഹീതമായ ഒരു മണ്ണാണ് യഥാർത്ഥത്തിൽ. അത് ഒരുപാട് ചരിത്രപരമായ ഇസ്ലാമിക ചരിത്രത്തിന് ഒരുപാട് പറയാനുള്ള ഒരു പുണ്യഭൂമി കൂടിയാണ് യഥാർത്ഥത്തിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങൾ എന്നൊക്കെ പറയുന്നത്. അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, വിഷമങ്ങൾ നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിലെ ജനതയ്ക്ക് എല്ലാ നിലക്കുമുള്ള ഖൈറും ബർക്കത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗത്തിൽ സാധ്യമാക്കി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അതേ രാത്രി തന്നെ അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒന്നിച്ച് നടത്തിയ ആ യാത്രയ്ക്ക് കൂടിയാണ് മിഅ്റാജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ആകാശത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോകാനുള്ള ഒരു കോണി, ഒരു ഏണി പോലെയുള്ള ഒരു സംഗതിക്കാണ് മിഅ്റാജ് എന്ന് ഭാഷയിൽ പറയുക. ആ യാത്ര മിഅ്റാജ് എന്ന് വിളിക്കപ്പെട്ടു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മളിത് ഒരിക്കൽ വിശദീകരിച്ചതാണ്. ആ യാത്രയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെയുള്ള കാഴ്ചകൾ കാണിക്കപ്പെട്ടത്. സുഖാനുഭവങ്ങളെക്കുറിച്ച്, ശിക്ഷകളെക്കുറിച്ചൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നേരിട്ട് കാണുകയും അത് സഹാബത്തിന് മുമ്പിൽ വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഈ മിഅ്റാജിന്റെ യാത്രയിലാണ് എന്ന് ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത്രമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പകർന്നു നൽകുന്ന 2 സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്റാഉം മിഅ്റാജ് എന്ന് പറയുന്നത്. മിഅ്റാജ് യാത്രയെപ്പറ്റി ഖുർആനിൽ സൂറത്തുൻ നജ്മിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഖുർആൻ. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ടുള്ള ആ സംഭാഷണങ്ങൾ അത്രത്തോളം അവർ തമ്മിൽ അടുത്തു എന്നും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നേരിട്ട് 2 തവണ ആ ജിബ്രീൽ എന്ന മലക്കിനെ യഥാർത്ഥ രൂപത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു എന്നുമൊക്കെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലൊക്കെ മുഫസ്സിറുകൾ അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ, മറ്റൊരു ഇറക്കത്തിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്കിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട് എന്ന് ഈ യാത്രയുടെ പശ്ചാത്തലത്തിൽ ഖുർആൻ നമുക്ക് പറഞ്ഞു തരാണ്. ഇൻദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ഒരു ഇലന്ത മരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിനടുത്താണ്, അടുത്ത് വെച്ചായിട്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ കാണുന്നത് എന്നാണ്. ഇൻദഹ ജന്നത്തുൽ മഅ്വ, ആ ഇലന്ത മരത്തിനടുത്താണ് സ്വർഗം സ്ഥിതി ചെയ്യുന്നത് എന്ന് ഖുർആൻ പറഞ്ഞിരുന്നുണ്ട്. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ, ആ ഇലന്ത മരത്തെ ആവരണം ചെയ്തതെല്ലാം കൊണ്ടൊന്നോകെ അത് ആവരണം ചെയ്തിട്ടുണ്ട്. മാസാഗൽ ബസറു വമാ ത്വഗാ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൊണ്ട് അങ്ങനെ തന്നെ നേരിട്ടത് കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് ഒരിക്കലും അത് തെറ്റിപ്പോയിട്ടില്ല. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി എന്ന് ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ യാത്രയിൽ ബൈത്തുൽ മഅമൂർ വരെ 1-ാം ആകാശം കടന്ന് 2-ാം ആകാശം കടന്ന് 7-ാം ആകാശത്തിനപ്പുറത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയായി എന്നാണ്. ഓരോ ആകാശത്തിന്റെ മുമ്പിലെത്തുമ്പോഴും റസൂലുള്ളാഹിക്ക് വേണ്ടി അവിടുത്തെ കവാടങ്ങൾ പലർക്ക് തുറക്കപ്പെടും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ പരിചയപ്പെടുത്തും. മഹത്തുക്കളായ അംബിയാ മുർസലുകളെ ആ യാത്രയിൽ കണ്ടുമുട്ടിയ സന്ദർഭങ്ങളൊക്കെ ആ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഹദീസുകളിൽ രേഖപ്പെടുത്തി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ബൈത്തുൽ മഅമൂർ ഉന്നതമാക്കപ്പെട്ട 7-ാം ആകാശത്തിനപ്പുറത്തുള്ള ഒരിടത്തെ പറ്റിയ ഹദീസുകളിൽ കാണാൻ കഴിയും. അവിടെ ചെന്നും അതിന്റെ അപ്പുറത്താണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത്. അതിനടുത്താണ് ഈ സ്വർഗമുള്ളത്. സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചകൾ, അതിന്റെ അനുഭൂതികൾ, അതിന്റെ രസങ്ങൾ, അതിന്റെ മനോഹാരിതകൾ എത്രയാണ് റസൂലുള്ള പറയുന്നുണ്ട്. അത്രമാത്രം അധ്വാനിച്ചവരും സൂക്ഷ്മത കാണിച്ചവർക്കുമല്ലാതെ ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയില്ല എന്നതാണ്. അത്രമാത്രം നമ്മുടെ മനസ്സിൽ അതിനെ കുറിച്ചുള്ള ഈമാൻ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നരകത്തെ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, ഇതിൽ നിന്ന് മനുഷ്യർ എങ്ങനെയാണ് രക്ഷപ്പെടുക? മനുഷ്യന്റെ ഇച്ഛകൾ കൊണ്ട് ഈ നരകം മൂടപ്പെട്ട് കിടക്കുകയാണല്ലോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങളും ഇച്ഛകളും ദുനിയാവിന്റെ ആനന്ദങ്ങളൊക്കെ അതിലൊക്കെ നമ്മൾ ചാടി വീണുപോയാൽ നരകത്തിലേക്ക് എത്തുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ ഈ മിഅ്റാജിന്റെ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ടു എന്നാണ്. തിരിച്ചവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തുകയും അവിടെ നിന്ന് ബുറാഖ് എന്ന വാഹനത്തിൽ തിരിച്ച് മക്കയിലേക്ക് എത്തുകയും ചെയ്തു എന്നതാണ് ആ സംഭവത്തിന്റെ ചുരുക്ക വിവരം. ഈ കാര്യം എന്തിനാണ് ഇപ്പൊ സൂചിപ്പിച്ചത്? പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് റജബ് മാസത്തിലാണ് സംഭവിച്ചത് എന്നതാണ്. പക്ഷെ ഇത് റജബ് മാസത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ചരിത്രപരമായ രേഖയോ അതുപോലെ തന്നെ ഖുർആനിലോ ഹദീസുകളിലോ ഒന്നും സ്ഥിരപ്പെട്ട പ്രമാണങ്ങളിലൊന്നും അങ്ങനെ കാണുന്നില്ല എന്നത് ഓർമ്മപ്പെടുത്താനാണ് ഈ കാര്യത്തെ സൂചിപ്പിച്ചത്. നമ്മൾ റജബിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ റജബിന് അള്ളാഹു നൽകിയ പ്രാധാന്യം എന്താണ് എന്ന് അതിന്റേതായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക. കറകളഞ്ഞ ജീവിതം പ്രിയപ്പെട്ടവരെ ഈ മാസങ്ങളിൽ നമ്മൾ ചിട്ടപ്പെടുത്തുക. നമുക്ക് ചെയ്യാനുള്ള ഫർളുകൾ, സുന്നത്തുകൾ, അതുപോലെയുള്ള ദിക്റുകളും ദുആകളും ഒക്കെ നമ്മൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ്. തെറ്റായ കാര്യങ്ങൾ റജബിന്റെ പേരിലുള്ളത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത്തരം തെറ്റുകുറ്റങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റജബിന്റെ പവിത്രത നമ്മൾ മനസ്സിലാക്കുകയും റജബിന്റെ പേരിൽ നടത്തപ്പെടുന്ന പല തെറ്റായ കാര്യങ്ങളുമുണ്ട്, അനാചാരങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കർമ്മങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയും വേണ്ടതുണ്ട്. റജബിന്റെ പേരിൽ ഒരുപാട് കള്ള ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന പേരിൽ പ്രചരിക്കപ്പെടുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. അതിന്റെ പ്രാധാന്യവും പവിത്രതയൊക്കെ പറയാൻ വേണ്ടിയിട്ട് അള്ളാഹുവും റസൂലും പറഞ്ഞ പവിത്രത അത് തന്നെ എമ്പാടുമുണ്ട്. അവിടെ തന്നെ നമ്മൾ നിന്നാൽ മതി. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. അതിലൊന്ന്, ആദ്യമായി റജബ് മാസത്തെക്കുറിച്ച് അറിയിക്കുന്നവർക്ക് നരകം നിഷിദ്ധമാണ് എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ആളുകൾ ഇങ്ങനെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യും, റജബ് മാസം പറഞ്ഞതായി, റജബിന്റെ പവിത്രത ഞാനിതാ ആദ്യമായി അറിയിക്കുന്നു, ഇത് നിങ്ങൾ 10 ആളുകൾക്ക് ഫോർവേഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ വരും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഹദീസ് സഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി, മിഅ്റാജ് ഈ റജബിലാണ് സംഭവിച്ചത് എന്ന് തെറ്റിദ്ധാരണ പോലെ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ പേരിൽ കടന്നുകൂടിയ ഒരു വിഷയമാണ് മിഅ്റാജിന്റെ നോമ്പ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ആരും മിഅ്റാജിന്റെ ഒരു നോമ്പ് അനുഷ്ഠിച്ചതായിട്ടോ അല്ലെങ്കിൽ മിഅ്റാജ് ദിവസത്തെ പ്രത്യേകമായി സ്മരിച്ചുകൊണ്ട് അതൊരു ആഘോഷമാക്കി മാറ്റുകയോ ഒന്നും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മഹാനായ ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വഅമ്മാ സൗമു റജബിൻ ബിഖുസൂസിഹി
ഫഅഹാദിസുഹു കുല്ലുഹാ ദഈഫ വൽ മൗദൂഅ എന്ന്. ഈ റജബിന്റെ പേരിലുള്ള നോമ്പ് അതൊക്കെ എന്താണ്? എല്ലാ ഹദീസുകളും ഒന്നുകിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ അതൊക്കെ ദുർബലമാണ്, ദഈഫാണ് എന്ന് പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു നോമ്പ് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക. സുന്നത്ത് നോമ്പ് എടുക്കാൻ വല്ലാതെ ആഗ്രഹമുള്ളവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച എത്രയോ സുന്നത്ത് നോമ്പുകളുണ്ട്. തിങ്കളാഴ്ച ഉണ്ട്, വ്യാഴാഴ്ച ഉണ്ട്, മാസത്തിലെ 13, 14, 15 ഉണ്ട് അല്ലെ. മുഹറം മാസത്തിൽ വേറെ സുന്നത്ത് നോമ്പുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ശഅബാൻ മാസത്തിൽ നമുക്ക് നോമ്പെടുക്കാവുന്ന ദിവസങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. സുന്നത്തുകൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുക, ബിദ്അത്തുകൾ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. മറ്റൊന്ന് റജബിന്റെ പേരിലുള്ള ഒരു സംഗതി, റജബ് മാസത്തിൽ പ്രത്യേകമായ ഉംറ ചെയ്താൽ അതിന് വല്ലാത്ത ഫളലുണ്ട് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റമദാൻ മാസത്തിൽ പ്രത്യേകമായി ഉംറ ചെയ്യുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട് അല്ലെ, അതിന് ചില ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ റജബ് മാസത്തിലെ ഒരു ഉംറക്ക് സാധാരണ ഉംറ ചെയ്യുന്ന ഒരാൾക്ക് റജബിൽ ഉംറ ചെയ്യാം എന്നല്ലാതെ അതിന് പ്രത്യേകമായ ഒരു ഫളലുണ്ട് എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഉംറക്ക് ഒരുങ്ങേണ്ടതില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റജബില് പ്രത്യേകമായിട്ടൊരു ഉംറ നിർവഹിച്ചിട്ടുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, റജബുമായി ബന്ധപ്പെട്ട് ഒരു സ്വലാത്തു റഗായിബ് എന്ന പേരിൽ, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ള നമസ്കാരം എന്ന പേരിൽ ഒരു നമസ്കാരം ആളുകൾ നിർവഹിക്കുന്നത് കാണാറുണ്ട്. റജബിലെ ആദ്യത്തെ ജുമുഅ ദിവസമോ അല്ലെങ്കിൽ റജബിലെ തെരഞ്ഞെടുത്ത ഏതെങ്കിലും ഒരു ദിവസമോ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയ്ക്ക് 12 റക്അത്ത് നമസ്കരിച്ച് പ്രത്യേകം ദുആ ചെയ്യുന്ന ഒരു നമസ്കാരം, അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശഅബാൻ 15 അതുപോലെ 100 റക്അത്ത് നിസ്കരിക്കണ പോലെയുള്ള ഒരു നമസ്കാരം അതൊന്നും ഇല്ലാത്തതാണ്. റജബിൽ അതുപോലെ തന്നെ മറ്റൊന്ന്, പ്രത്യേകമായ അറവ് നടത്തുക, ബലി നടത്തുന്ന ഒരു സമ്പ്രദായം. ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാം റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ അന്നത്തെ അറബികൾ, മുശ്രിക്കുകൾ, അവർക്കിടയിൽ റജബ് മാസമൊക്കെ പറക്കുമ്പോ അതിനന്ന് വേറൊരു പേര് അവർ ഉപയോഗിച്ചിരുന്നു. അന്ന് അവിടെ ചില ഇത്തരത്തിലുള്ള ബലി നടത്താറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് ഇസ്ലാമിന് ശേഷം അത് വിലക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. ഇത്തരം വിദ്യാർത്ഥികൾ, അനാചാരങ്ങൾ ഇസ്ലാമിക സംസ്കാരത്തിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ നടത്തപ്പെടുന്നുണ്ട്. അതിന്റെ ഹക്ക് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറയുന്നുണ്ട്, അക്സറുന്നാസി അൽയൗം ലാ യഅ്ബുദൂന അല്ലാഹ ബിഇത്തിബാഇ സുന്നത്തു റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പലപ്പോഴും ആളുകൾ ഇന്നത്തെ കാലത്ത് അള്ളാഹിനെ ശരിക്കും ആരാധിക്കുകയോ സുന്നത്ത് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പിൻപറ്റുകയോ ചെയ്യുന്നതിന് പകരം എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? ഇന്നമാ യഅ്ബുദൂന അല്ലാഹ ബിഅഹ്വാഇഹിം. ഓരോരുത്തർക്ക് തോന്നിയ പോലെ, ഓരോരുത്തർ കെട്ടിയുണ്ടാക്കുന്ന അവരുടെ ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചൊക്കെ ദീനുണ്ടാക്കിയിട്ട് അതിലൂടെ അള്ളാഹിനെ ആരാധിക്കണ ഒരു സമ്പ്രദായം പുതിയ കാലത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിനെ നിങ്ങൾ ഗൗരവത്തോടെ കാണണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. റജബിന്റെ പവിത്രമായ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും അതിനെ ആദരിക്കുകയും നമ്മുടെ വ്യക്തിപരവും കുടുംബപരവും ഒക്കെയായ സാമൂഹ്യപരത്തിലൊക്കെ നമ്മുടെ ജീവിതം, ഇടപാടുകളും ഇടപെടലുകളും ഒക്കെ നന്നാക്കി സൂക്ഷ്മത പുലർത്തി നമ്മൾ മുന്നോട്ട് പോവുക. ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ റഹ്മാനും റഹീമുമായ നാഥ, നീ നിന്റെ മഹത്തായ ഫള് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് നീ സ്വീകരിക്കുകയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളെ സ്നേഹിച്ചവരും സഹായിച്ചവരും, ഞങ്ങളുടെ മഹലിലെ പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടുപോയ കുഞ്ഞുട്ടി ഹാജി, അതുപോലെ തന്നെ വീരാൻകുട്ടി സാഹിബ് തുടങ്ങിയ ആളുകളൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകളാണ്. അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ പരലോകത്ത് സ്വർഗത്തിൽ അവരോടൊപ്പം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് കണിശമായ
വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി ഞെരുക്കങ്ങളിൽ കഴിയുന്നവരുണ്ട്, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവേ, മനസ്സിനെ നീ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. സാമ്പത്തികമായ പരാധീനതകളിൽ നിന്ന് ഞങ്ങൾക്ക് ആശ്വാസത്തിന്റെ വഴികൾ നീ കാണിച്ചു തരണേ റഹ്മാനെ. അള്ളാഹുവേ, ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.